നിന്റെ സംശയങ്ങളൊക്കെ തീർന്നോ ഇപ്പോ? ആവനിയുടെ കഴുത്തിൽ താലിയില്ലെന്നുള്ളത് ഞാൻ വിശ്വസിച്ചു. എന്നിട്ടും നീ പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ പരിശോധിക്കാൻ പറഞ്ഞത്. നിന്നെപ്പോലൊരുത്തിയെ എന്റെ വീട്ടിലുള്ള ആളുകൾ പോലും വിശ്വസിച്ചല്ലോ. ബുദ്ധി നാണു ഇല്ലാതായാൽ ഇങ്ങനെയാ. ഇനി ഇതുപോലുള്ള ദുഷിച്ച ചിന്തകളുമായി എന്റെ മുൻപിൽ വന്നു നിന്നാ കൊന്നുകളയും ഞാൻ. ഇനി എന്റെ മക്കളുടെ കാര്യത്തിൽ തലയിട്ട അതിന്റെ ഫലം മറ്റൊന്നായിരിക്കും. പോയിക്കോ എല്ലാവരും. നിങ്ങളുടെ കുടുംബത്തിന് നേരെയും അവിടുത്തെ മക്കളുടെ നേരെയും വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള അർഹത ആർക്കും തന്നെ ഇല്ല. ഇവിടെ വെച്ച് മോളെ വിഷമിപ്പിക്കേണ്ടി വന്നതില് ഞങ്ങളോട് ക്ഷമിക്കുമോളെ. അപ്പൊ ആവനിയുടെ താലി അതെങ്ങോട്ട് പോയി? എല്ലാരും നോക്കി നിൽക്കേ. തന്റെ താലി പുറത്തു കണ്ട അതോടെ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. താലി കഴുത്തിൽ ഇല്ലാത്തോണ്ട് എസ്കേപ്പായി. പക്ഷേ തന്റെ താലി ഇവിടെ പോയി. മറ്റാരും കാണാതെ ക്ഷേത്രത്തിൽ വെച്ച് കുങ്കുമം തൊടിക്കാനെങ്കിലും താൻ പുറത്തെടുക്കാറുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ ഇവിടെ പോയി. നമ്മുടെ കുടുംബക്കാരൊക്കെ നെഗറ്റീവ് ആയതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റാത്തോണ്ട് ഊരി കളഞ്ഞോ? അങ്ങനെ ഒരിക്കലും ഊരി കളയില്ലല്ലോ. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. പിന്നെ താലി എവിടെ? നേരത്തെ ഞാൻ ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടി അടുത്തേക്ക് പോയില്ലേ? ചേച്ചിയോട് സംസാരിക്കാൻ പോയപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ചേച്ചി, നിങ്ങൾ ആരോ വിളിക്കുന്നുണ്ട്. ആര്? അതാ അവിടെ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണേ. കള്ളൻ! ഈ കാര്യം എന്നോട് എന്താ പറയാതിരുന്നേ? പറയണമെന്ന് ഞാൻ കരുതിയതാ. നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ ഞാൻ പോലീസുകാരെ അവിടെ കണ്ടു. അവരോട് കാര്യം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്ന സമയത്ത് അച്ഛൻ നിങ്ങളെ വളരെ ഉച്ചത്തിൽ വിളിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്താ കാര്യമെന്നറിയാൻ ഞാൻ അവിടേക്ക് എത്തിയ സമയത്ത് പവിത്രേനെ ഞാൻ അവിടെ കണ്ടു. താലി കഴുത്തിലില്ലാത്തതുകൊണ്ട് ഭാഗ്യം കാരണം ഞാൻ രക്ഷപ്പെട്ടു എന്നൊന്നും ഞാൻ ആശ്വസിക്കുന്നില്ല ഏട്ടാ. എന്റെ നെഞ്ചിലെ താലി ഇല്ലാത്തപ്പോ എനിക്കൊരുപാട് വിഷമമുണ്ട്. നിങ്ങളെ കെട്ടിയ താലി എന്റെ ജീവിതത്തിൽ ഇത്രയും പരീക്ഷണങ്ങൾ തരുന്നത് എന്തുകൊണ്ടേട്ടാ? പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടായെന്ന് വരും. പക്ഷെ അതിന്റെ ഫലം നമുക്ക് സന്തോഷം തരുന്ന, ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും. ഈ ഫംഗ്ഷൻ കഴിയുന്നവരെ മറ്റാർക്കും സംശയങ്ങൾ തോന്നാതെ നമുക്ക് നിൽക്കാം. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നോക്കാം. ഇതും പ്രതീക്ഷിച്ചാ വന്നത്. അവസാന നിമിഷത്തിൽ ഇങ്ങനെയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കഥ മൊത്തം ഇപ്പൊ റിവേഴ്സ് ആയില്ലേ? അവർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വന്നിട്ട് ഇപ്പൊ നമുക്ക് ചീത്തപ്പേരായി. ഇവിടെ ഇരുന്ന് ഇനി ഭജനം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ പോവാം. അവരെ രണ്ടുപേരെയും പിടിക്കാൻ വേണ്ടിട്ട് ഇനി എന്തെങ്കിലും അവസരം കിട്ടുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനി നിന്നെ കൊണ്ട് അതിന് പറ്റില്ല. നീ പോകുന്നതാ നല്ലത്. വലിയ ഹൈപ്പിൽ വരുന്ന സിനിമ ഡിസാസ്റ്റർ ആകുന്നത് പോലെ നിന്റെ ബിൽഡപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ ബിൽഡപ്പ് കാണിക്കുന്ന പോലെ പടം അത്ര വിജയിക്കില്ല എന്ന്. ഇപ്പൊ അങ്ങനെ തന്നെ ആയല്ലോ. നീ എന്തോ രഹസ്യമൊക്കെ ബ്ലാസ്റ്റ് ചെയ്യുമെന്ന് കരുതി ഞങ്ങള് വലിയ കാര്യത്തെ നിന്റെ പുറകെ വന്നതായിരുന്നു. നിന്നെ വിശ്വസിച്ചതിന് വയറ് നിറച്ചും കിട്ടിയില്ലേ? ഞാനെന്തോ തെറ്റിയത് പോലെയാണല്ലോ നിങ്ങളുടെ സംസാരം. ഫോൺ അവിടെ വീണില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും അറിയായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ എന്നെ പുകഴ്ത്തി പറഞ്ഞേനെ. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ നീ താഴെ നിന്നാ മതി. ഇനിയിപ്പൊ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. ഇനിയിപ്പൊ നടക്കില്ല. അല്ല,
ആ വീഡിയോ നീ വേറെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിരുന്നോ? അത് തീ വീഴുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സേവ് ചെയ്യാൻ. ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങള് 2-3 സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കണം. മുൻകരുതൽ എന്ന് പറഞ്ഞാ അതാ. ഇങ്ങനെ ഒരു 8ന്റെ പണി കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നേ. അങ്ങനെ വിടില്ല. എപ്പോഴും അവരുടെ മേലെ എന്റെ ഒരു കണ്ണുണ്ടായിരിക്കും. ചെറിയൊരു സംശയം. എന്താ? വീഡിയോയുടെ കാര്യം നീ മാറ്റിവെക്ക. അവനിയുടെ കഴുത്തിൽ ആ താലി ഉണ്ടാവേണ്ടതല്ലേ? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. അവരുടെ ബന്ധം എന്താന്ന് ഞങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ നിനക്കെങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇത്രയൊക്കെ മതി. അമ്മയുടെ പൂജ തുടങ്ങാറായിട്ടുണ്ട്. എല്ലാരും വന്നേ. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ജോലി ഉണ്ടായിട്ടാ. അത് നിന്റെ അമ്മയോട് എത്ര പറഞ്ഞാലും അവളുടെ തലയിൽ കയറത്തില്ല. നിനക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടിയാ അവൾ എന്നെ അയച്ചേ. ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത പോലെ ഇത്രയ്ക്ക് എന്ത് ബിസി ആച്ചാ? ഈ നരസിംഹത്തിന് സമയം വളരെ വിലപ്പെട്ടതാ. അത് പറഞ്ഞ കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനത്തെ ജോലി എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിക്കടാ. എന്താടാ, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നിങ്ങളെയൊക്കെ ഞാൻ മറക്കുവോ ദാസേട്ടാ? സുഖമായിട്ടിരിക്കുന്നോ? ആരാച്ചാ ഇവരൊക്കെ? ഫ്രണ്ട്സാ മോളെ. ഓ, കടം തന്നവരാണോ? നിന്റെ മോള് കൊള്ളാലോടാ. അവൾക്ക് എന്റെ അതേ ബുദ്ധിയാ. ഫോൺ നമ്പർ മാറ്റി വീടും മാറി. ഞങ്ങൾക്കുള്ള കാശ് തരാതെ എത്ര നാള് പറ്റിച്ചു നടക്കാന്നാ നിന്റെ വിചാരം? അയ്യോ ചേട്ടാ, എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാൻ ഒളിച്ചു കളിക്കൊന്നും അല്ലെന്നേ. എന്തോ വീട് മാറിയ പൈസ കിട്ടുമല്ലോ, അപ്പോ വീട് മാറിയെന്നേ ഉള്ളൂ. അല്ലാതെ കടം വാങ്ങിയവരെ പേടിച്ചല്ല. പൈസ നീ എപ്പോ തരും? ഞാനൊരു പോത്ത് കച്ചവടം തുടങ്ങി. അതിന്റെ പൈസ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വന്ന് ഞാൻ കണ്ടോളാം. ഇമാതിരി കഥയൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടതാ. നിന്റെ വീട് എവിടാണെന്ന് പറ, പൈസ എപ്പോ തരുമെന്നും പറ. ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്താ പേടിപ്പിക്കുക? എന്റെ പുറകെ ആരാ ഉള്ളേന്നറിയോ? ആരെയും കാണുന്നില്ലല്ലോ. ഈ പുറകിലല്ല, എന്റെ ബാക്ക്ഗ്രൗണ്ടില് ആരാ ഉള്ളേന്ന് അറിയാവോന്നാ ചോദിച്ചേ. നിനക്ക് തന്നെ ഗ്രൗണ്ട് ഇല്ല, പിന്നെ എവിടുന്നാണ് ബാക്ക്ഗ്രൗണ്ട്? ഫൈനാൻസ് മിനിസ്റ്ററുടെ മകൻ സുരേന്ദ്രനാ ഉള്ളത്. സുരേന്ദ്രനെ ഞാനൊന്ന് കോൾ ചെയ്താണ്ടല്ലോ 5 മിനിറ്റിൽ അവനോട് എത്തും. വേണോ? ചെയ്യ്. എന്ത്? ഫോൺ ചെയ്യടാ. ഞങ്ങൾ കാണാത്ത മിനിസ്റ്റർമാരോ? ചെയ്ത് കാണിക്കടാ. ഇവൻ പഠിച്ച കള്ളനാ. പറഞ്ഞാ മനസ്സിലാവില്ല. നമ്മുടെ സ്റ്റൈലിൽ അങ്ങ് പറഞ്ഞു കൊടുക്കാം. എന്താ പരിപാടി? പൈസ പോവാണെങ്കിൽ പൊയ്ക്കോട്ടെ. ഇനി നീ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. എന്റെ അച്ഛനെ ഒന്നും ചെയ്യില്ല അങ്കിൾ. നിങ്ങളുടെ കാല് പിടിക്കാം അങ്കിൾ. നിന്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് നിന്റെ അച്ഛൻ ചത്തുപോയെന്ന് പറ. എന്നെ ഒന്നും ചെയ്യല്ലേ ചേട്ടാ. ഒന്നും ചെയ്യണ്ടേ? എന്നാ നിന്റെ കൈയും കാലവും എടുത്തേക്കാം. ആൻസണ്ണ സമയത്ത് വന്നല്ലോ. പിടിക്കാണ്ടേ, പിടിയത്. എടാ നരസിംഹ, അവിടെ നിൽക്കണം. അവിടെ നിൽക്കാൻ. നിൽക്കാനാ പറഞ്ഞത്. മര്യാദയ്ക്ക് നിൽക്ക്. ഓടരുത്. നിൽക്കാൻ. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. എടാ മര്യാദയ്ക്ക് അവിടെ നിൽക്കാൻ. എടാ നിക്കടാ. എന്താ ദാസ? നമ്മുടെ പണം കിട്ടാൻ ഒരു മാർഗമുണ്ട്. അവന്റെ മോളെ നമുക്കങ്ങ് തട്ടിക്കൊണ്ടു പോവാം. നീ പറഞ്ഞ കറക്റ്റാ. മകളെ കൊണ്ടുപോയാ അവൻ എത്തിക്കോളും.
ഏട്ടാ നമുക്കൊരു ബൊമ്മ വാങ്ങിയാലോ? നടക്ക്. പാവകൾ അത്ര ഇഷ്ടമാണോ? ഇങ്ങനത്തെ പാവക്കുട്ടികളെ ഇഷ്ടമുള്ള കുട്ടികളെ എനിക്ക് വളരെ ഇഷ്ടം. ചേച്ചിയുടെ മോള് സൗമ്യയെ ഞാൻ എന്റെ മോളെ പോലെ കണ്ടിരുന്നത്. അവളുടെ അമ്മയെക്കാളേറെ എന്റെ കൂടെ നടന്ന് മാമി മാമിന്ന് വിളിച്ച് എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. വൈകാതെ നമുക്കൊരു മോനോ മോളൊക്കെ ഉണ്ടാകും. അപ്പൊ താൻ എത്ര പാവ വേണമെങ്കിലും വാങ്ങിച്ചോളൂ. അതിന്റെയൊക്കെ മുമ്പ് ഞാൻ ഇവിടുത്തെ മരുമകളാണെന്ന് അച്ഛനും അമ്മയും മനസ്സിലാക്കണ്ടേട്ടാ. അതാണ് അവൾ ഓടുന്നടാ. മഹിഷാസുരമർദ്ദനം കഴിയുന്നത് വരെ നമുക്ക് ഇവിടുന്ന് പോകാനേ പറ്റില്ല. അങ്ങോട്ട് നോക്ക്. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ രണ്ടും? ഇനിയും കഴിയാത്തോണ്ടാ ഇത്രയും സ്നേഹം കാണിക്കുന്നത്. കല്യാണം കഴിയട്ടെ, ഞങ്ങളെ പോലെ ആയിക്കോളൂ. കറക്റ്റായിട്ട് പറഞ്ഞല്ലോ അളിയ. ഞങ്ങളെ കുറിച്ച് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം. നിക്കോടെ, ഞങ്ങളെ വെറുതെ ഇട്ട് ഓടിക്കല്ലേ. ഇവള് ശിശു അല്ലടാ, PT ഉഷയാടാ. വാടാ. മോൾക്ക് പുസ്തകം വാങ്ങാൻ പറഞ്ഞയച്ചിട്ട് കുറെ നേരമായല്ലോ. ഇവരെന്താ ഇതുവരെ വരാത്തെ? വീട്ടിലെ കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് ചെയ്യില്ല. ചേട്ടാ, ചേട്ടാ, വഴിയിൽ എങ്ങനെ എന്റെ ഭർത്താവിനെ മോളെ കണ്ടോ? കണ്ടില്ലല്ലോ. എന്നാലും ആ കുടീന്റെ കൂടെ മോളെ എന്തിനാ പറഞ്ഞയച്ചത്? വേറെ വഴിയില്ല, ഞാൻ തന്നെ പോയി നോക്കാം. എന്തു പറ്റി? എന്റെ മോളെവിടെ? അടക്കേ, വാതിലടക്കേ. മോളെവിടെയെന്ന്? എന്റെ മോളെവിടെ? അവള് സൗമ്യ. സൗമ്യ എവിടെയെന്നാ ചോദിച്ചേ? അവള് വന്നോളൂ സുജാത. വന്നോളൂ എന്നോ? നിന്റെ കൂടെ കൊണ്ടുപോയ കുട്ടിയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാതെ ആരാ കൊല്ലാൻ വരുന്ന പോലെ വീട്ടിൽ കയറി ഒളിക്കുന്ന എന്തിനാ? നിന്നോടാ ചോദിച്ചേ.
ചോദിക്കുന്നതിന് ഒരു ഉത്തരം പോലും പറയാതെ നീ എന്താ മോഹം ധരിച്ചിരിക്കുന്നേ? നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്റെ മോളെവിടെ? എന്റെ മോളെ നീ എന്താ ചെയ്തേ? കള്ളു കുടിക്കാൻ കാശില്ലഞ്ഞിട്ട് സ്വന്തം മോളെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ മാത്രം നീ തരംതാട് പോയിട്ടില്ലല്ലോ. വെറുതെ എന്നെ സംശയിക്കല്ലേ സുജാതെ. എങ്കിൽ പിന്നെ എന്റെ മോൾക്ക് എന്താ പറ്റിയെന്ന് പറ. എന്റെ സൗമ്യക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ താലി കെട്ടിയ ആളാണെന്ന് പോലും ഞാൻ നോക്കില്ല. കൊന്നു കളയും നിന്നെ. പറയാൻ പറയാനല്ലേ പറഞ്ഞേ? ഞാൻ പറയാം സുജാതെ. ഞാനും അവളും ബുക്ക് സ്റ്റാളിലേക്ക് പോകുമ്പോ വഴി വെച്ച് അവരെന്നെ കൊന്നുകളയുമെന്ന് പേടിച്ച് ഞാൻ ഇവിടെ ഓടി പോന്ന. നീ ശരിക്കും ഒരു അച്ഛനാണോ? മകളെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് നിന്റെ കാര്യം മാത്രം നീ നോക്കിയാ മതിയോ? മകളുടെ പ്രാണനേക്കാൾ നിന്റെ ജീവൻ മാത്രമാണോ നിനക്ക് വലുത്? അങ്ങനെയല്ല സുജയ്. അവർ എന്നെ എന്തെങ്കിലും ചെയ്യും, പക്ഷെ അവളെ ഒന്നും ചെയ്യില്ല. മിണ്ടരുത്. തോന്നിയവാസം കാണിച്ചിട്ട് ന്യായീകരിക്കുന്നോ? മൃഗങ്ങൾ നിന്നെക്കാൾ എത്രയോ ഭേദാ. സ്വന്തം കുഞ്ഞുങ്ങൾക്കൊരു ആപത്ത് വന്ന അതുകൾ നിന്നെ പോലെ ഉപേക്ഷിച്ചിട്ട് പോവില്ല. ഭർത്താവെന്ന നിലയിൽ തോൽവിയാണെന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയതാ. ഒരച്ഛനാകാൻ പോലും നിനക്ക് അർഹതയില്ലെന്നുള്ള കാര്യം നീ ഇപ്പൊ തെളിയിച്ചു. ഒരു കാര്യം, എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് പോലും അറിയില്ല. അർജന്റായിട്ട് കള്ള് കുടിച്ചേ പറ്റൂ. അങ്ങനെ കിട്ടിയടി. അന്തിക്കടപ്പുറത്തോരോലക്കുടയുടുത്ത് സൗമി, സൗമി, നമ്മൾ എത്രയോ പേരുടെ പുറകെ ഓടിയിട്ടുണ്ട്. ഈ കുട്ടിയായിട്ട് ഇതൊരു ഓട്ട മത്സരം പോലെ ആയിപ്പോയി. ആൾക്കാരുടെ ഇടയ്ക്ക് എവിടെ ഒളിച്ചിരിപ്പുണ്ട്. എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റും. നീ വാ.
നമുക്കൊന്നും പറ്റില്ല. നല്ലത് മാത്രമേ സംഭവിക്കൂ. ഒരു 100 വർഷം സന്തോഷമായിട്ട് ജീവിക്കും. ഹായ് വല്യച്ഛൻ. വല്യച്ഛന്റെ അടുത്ത് പോയി ഭൂതങ്ങളെ കുറിച്ച് പറയണം. അപ്പൊ അവരെന്നെ ഭൂതങ്ങളിൽ നിന്ന് രക്ഷിച്ചോളും. അമ്മയുടെ നമ്പറും ചെറിയമ്മയുടെ നമ്പറും കൊടുത്ത് അവരെ വിളിക്കാൻ പറയാം. അമ്മയോ ചെറിയമ്മയോ എത്തുന്നത് വരെ അവരുടെ അടുത്ത് തന്നെ ഇരിക്കാം. സൗമ്യ, 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 എന്ത് സംഭവിച്ചു എന്തോ?